പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സീറോ മലബാർ സഭാ വിശ്വാസികളുടെ ഇടയിൽ കുർബാനക്രമ നവീകരണം സംബന്ധിച്ച് വിവാദങ്ങളുണ്ടാക്കിയും സഭാ അധികാരികളെ ദുഷിച്ചും അനൈക്യവും ഭയങ്കരമായ വേദനാജനകമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു വിധത്തിലും വലിയ വിഘടനവാദങ്ങളും പലതരത്തിലുള്ള അരാജകത്വങ്ങളും സൃഷ്ടിക്കുന്ന പല മൂവ്മെൻറ്റുകളും പല നീക്കങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വേദനാജനകമായ ഒരു കാര്യമാണ്. നാം ചെറുപ്പം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതും രുചിച്ചറിഞ്ഞിട്ടുള്ളതുമായ ദൈവവചന മാർഗം വിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ നാശമാണ്. ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടവരട്ടെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, സഭയുടെ ഐക്യത്തിനും സഭയുടെ വളർച്ചയ്ക്കും ആത്മീയ ഉത്കർഷത്തിനും കുർബാനക്രമ ഏകീകരണം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇത് പരിശുദ്ധ സിംഹാസനം തന്നെ വളരെ വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മുടെ സഭാ സിനഡ്, സീറോ മലബാർ സിനഡ് ഈ കാര്യം വളരെ വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് ആലഞ്ചേരി പിതാവിൻ്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിക്കാം. പൗരസ്ത്യ സഭയുടെ പൂർണ്ണമായ സ്വഭാവം കാനൻ നിയമം അനുസരിച്ച് നമുക്കുണ്ട്. അത് പടിപടിയായിട്ട് ലഭിച്ചു, ഇപ്പോൾ പൂർണ്ണമായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം, ആരാധനക്രമത്തിലെ എല്ലാ പൗരസ്ത്യ സഭകളും പരിശുദ്ധ സിംഹാസനത്തോട് വിധേയപ്പെട്ടാണ് നിൽക്കുന്നത്. ആരാധനക്രമ വിഷയങ്ങളിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത് പരിശുദ്ധ സിംഹാസനമാണ്. മറ്റു കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഒരു അംഗീകാരം അത് കാനൻ നിയമപ്രകാരം നൽകപ്പെടുകയും ചെയ്യും. എന്നാൽ ഇവിടെ ആരാധനക്രമ വിഷയങ്ങളിൽ, കാരണം അത് വിശ്വാസത്തിൻ്റെ വിഷയമാണ്, അത് അംഗീകരിച്ച് അത് എപ്രകാരം നിർവഹിക്കപ്പെടണമെന്ന് നിർദ്ദേശിക്കുന്നത് പരിശുദ്ധ സിംഹാസനമാണ്. ആ പരിശുദ്ധ സിംഹാസനത്തെ പ്രതിനിധാനം ചെയ്യുന്നത് പ്രഥമത പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യാലയമാണ്. ആ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യാലയം നമ്മുടെ സിനഡ് മെത്രാന്മാരുടെ സംഘം എടുത്ത ഐകകണ്ഠ്യേനയുള്ള തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് അത് എപ്രകാരം നമ്മളെ പ്രാവർത്തികമാക്കണം എന്ന് 3 കത്തുകൾ ആവർത്തിച്ചെഴുതി നമ്മളോട് നിർദ്ദേശിച്ചതനുസരിച്ചും പരിശുദ്ധ പിതാവിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ആ തിരുവഴുത്തിലൂടെയുമാണ് നമ്മളിപ്പോൾ നവംബർ 28-ാം തീയതി മുതൽ മംഗളവാർത്ത തിരുനാളിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച, കാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ് പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം മുഴുവൻ സമ്യക്കായിട്ട് ഇടയലേഖനത്തിൽ ഇവിടെ വായിക്കപ്പെട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് വഴുതിപ്പോകരുത്. അത് നമ്മുടെ സഭയുടേതായ ഐക്യത്തിനും സമാധാനത്തിനും ആവശ്യകമാണെന്ന് പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇടയലേഖനത്തിൻ്റെ ആരംഭത്തിൽ എഴുതിയിരുന്നതും നിങ്ങൾ കേട്ടു. പരിശുദ്ധ പിതാവ് തന്നെ പറയുകയാണ്, നിങ്ങളിത് നടപ്പിലാക്കണം. അത് നിങ്ങളുടെ സഭയുടെ ഐക്യത്തിനും മുന്നോട്ടുള്ള പുരോഗതിക്കും ആവശ്യകമാണ്. ഐക്യത്തിനും സമാധാനത്തിനും കൂടിയേ തീരൂ എന്ന് നമ്മുടെ സഭയ്ക്ക് ആ ഇടയലേഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ സാർവത്രിക സഭയുടെ കൂട്ടായ്മയിൽ എപ്പോഴും പരിശുദ്ധ സിംഹാസനത്തോട് വിധേയത്വം പുലർത്തി എന്നുള്ളതാണ് നമ്മളിന്ന് കത്തോലിക്കരായിട്ട് തുടരുന്നതിൻ്റെ കാരണം. നാം അനുവർത്തിക്കേണ്ട വഴി, നാം നടക്കേണ്ട വഴി നമ്മുടെ സഭയുടെ തലവനായ ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത മാർ ജോർജ് ആലഞ്ചേരി പിതാവിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. സഭാ സിനഡിനെയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നിർദ്ദേശങ്ങളെയും ധിക്കരിക്കാനുള്ള നീക്കങ്ങൾ നമ്മുടെ സമുദായത്തിൽ വ്യാപകമായ ദുരന്തങ്ങൾ വിതയ്ക്കും.